കോൺഗ്രസിനുള്ളിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനുണ്ട്, അഥവാ കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനാണ് INTUC എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്ന INTUCയുടെ നേതൃത്വം കേരളത്തിൽ നോക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ തോട്ടണ്ടി ഇറക്കുമതി കേസിൽ ഹൈക്കോടതി വിചാരണ നേരിടുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ മുൻ ചെയർമാനായ ചന്ദ്രശേഖരനാണ്. ഈ ചന്ദ്രശേഖരൻ നാളുകളായിട്ട് ഈ INTUCയുടെ തലപ്പത്തിരുന്നുകൊണ്ട് യാതൊരുവിധ സ്ഥാനചലനവുമില്ലാതെ ഇങ്ങനെ തുടർന്നു പോവുകയാണ്. ഇതിനിടയിൽ ഒരു വിഭാഗം വിമത യോഗം ചന്ദ്രശേഖരനെതിരെ ചേർന്നിരിക്കുന്നു. കൊച്ചിയിലാണ് ഇവർ യോഗം ചേർന്നത്. INTUC സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിമതപക്ഷമാണ് കൊച്ചിയിൽ യോഗം ചേർന്നത്. അതായത് INTUCയെ അടക്കി ഭരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റിന് പുറമെ പല സെക്രട്ടറിമാരും വർഷങ്ങളായി, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ വർഷങ്ങളായി INTUCയിൽ തുടർന്നു വരികയാണ്. ഈ സ്ഥാനത്ത് നിന്ന് ഇവർ മാറാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല. നാളുകളായി ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ വലിയ തോതിൽ അതൃപ്തരാണ് കോൺഗ്രസിലെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കൾ. INTUCയിലേക്ക് വലിയ തോതിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരാൻ ആലോചിച്ചാൽ പോലും പലപ്പോഴും ഇതിനൊന്നും ഇത്തരക്കാർ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് പ്രധാന വിമർശനം. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് തലയുരാൻ നിരവധിയായ ശ്രമങ്ങളും മറ്റും നടത്തിയെങ്കിലും ഇപ്പോഴും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ വിമതപക്ഷം സംസ്ഥാന പ്രസിഡന്റായ ചന്ദ്രശേഖരനെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് കൊച്ചിയിൽ യോഗം ചേർന്നിരിക്കുന്നത്. അതായത് വെറും ചില്ലറക്കാരല്ല യോഗം ചേർന്നിരിക്കുന്നത്. INTUCയുടെ ദേശീയ സെക്രട്ടറി KP ഹരിദാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത്. കാരണം എങ്ങനെയും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ചന്ദ്രശേഖരനെ പുറത്താക്കിക്കൊണ്ട് കൃത്യമായി പറഞ്ഞാൽ മറ്റ് പലർക്കും കടന്നു വരാൻ ആഗ്രഹമുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളാണ് KP ഹരിദാസൻ. KP ഹരിദാസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. അഖിലേന്ത്യാ പ്രസിഡന്റ് സഞ്ജീവ് റെഡ്ഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ചന്ദ്രശേഖരനെ മാറ്റണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകാനും മറന്നില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചന്ദ്രശേഖരൻ തലസ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നാണ് യോഗം ഒന്നടങ്കം അഭിപ്രായപ്പെട്ടതായി INTUCയുടെ ഈ വിമത യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നു. പൂർണ്ണ തോതിൽ ഇവയാൾക്കെതിരെ ചന്ദ്രശേഖരനെതിരെ, കോൺഗ്രസ് നേതാവായ ചന്ദ്രശേഖരനെതിരെ രൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ ഒന്നടങ്കം ഉണ്ടായത്. ഈ ഘട്ടത്തിൽ എങ്ങനെയും ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി സഞ്ജീവ് റെഡ്ഡിക്കെല്ലാം പരാതി നൽകുക തന്നെ ചെയ്തു. ഈ പറയുന്ന തസ്തികയിൽ ഇദ്ദേഹം തുടരാൻ യോഗ്യനല്ല എന്നുള്ള പുതിയ ആക്ഷേപങ്ങളും പുറത്തു വരുന്നുണ്ട്. അഴിമതി ആരോപിതനായ വ്യക്തി ഒരു തൊഴിലാളി സംഘടന, ഒരു തൊഴിലാളി യൂണിയൻ്റെ തലപ്പത്ത് തുടരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. സീനിയർ ദേശീയ സെക്രട്ടറി K സുരേഷ് ബാബു, അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ KM ഉമ്മർ, സിബിക്കുട്ടി ഫ്രാൻസിസ്, ആറ്റിങ്ങൽ അജിത്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അതായത് സംസ്ഥാനത്തെ 180 നേതാക്കൾ പങ്കെടുത്തു എന്നാണ് ഹരിദാസ് പറയുന്നത്. അതേസമയം ചന്ദ്രശേഖരൻ അനുകൂലികളുടെ യോഗവും ഇതിനിടയിൽ കൊച്ചിയിൽ ചേർന്നിട്ടുണ്ട്. ഒരേ ദിവസം തന്നെ ഒരേ നാട്ടിൽ തന്നെ, അതായത് കൊച്ചിയിൽ തന്നെ ഔദ്യോഗിക പക്ഷവും വിമത പക്ഷവും യോഗം ചേർന്നിരിക്കുന്നു. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് അടക്കം തയ്യാറെടുക്കുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനായ INTUCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന വിമത പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഇതിനെ എങ്ങനെ ക്ലിയർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വലിയ തോതിലുള്ള ആശങ്കയും ഉടലെടുക്കുന്നുണ്ട്. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ KC വേണുഗോപാലിനെ സംഭവത്തിൻ്റെ തീവ്രത അറിയിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ ഉടൻ തന്നെ ഇതിനകത്തൊരു തീരുമാനം എടുക്കണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കോൺഗ്രസിൻ്റെ നേതാവായ KC വേണുഗോപാൽ INTUCയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട, അല്ലെങ്കിൽ അതിലെ അഭിപ്രായം പറയേണ്ട എന്നുള്ള നിലപാടാണ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ INTUCയെ തകർക്കപ്പെടാനുള്ള വലിയ തോതിലുള്ള നീക്കങ്ങൾ വിമതപക്ഷം ചേർന്ന് നടപ്പിലാക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അഴിമതി കേസിൽ തുടരുന്ന ഒരാൾ ഒരു തൊഴിലാളി സംഘടനയുടെ മുകളിൽ, ഒരു ട്രേഡ് യൂണിയൻ്റെ മുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നത്, സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ധാർമ്മികമായി ശരിയല്ല. അതിനാൽ അടിയന്തരമായി അവിടെ ഒരു രാജി വയ്ക്കുകയോ ഒരു പുനഃസംഘടന നടത്തുകയോ ഒരു തിരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ട് പുതിയൊരു പ്രസിഡന്റിനെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഇതിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളെ പോലെ തന്നെ തനിക്ക് കിട്ടിയത് തൻ്റെ മക്കളിലേക്കും അതിൻ്റെ മരുമക്കളിലേക്കും ഒക്കെ കൊടുക്കുന്ന ആ പാരമ്പര്യ സിദ്ധാന്തം തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.